ഹലോ അസ്സാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ ഏതാ സ്ഥലം എന്ന് വെച്ചാൽ കോട്ടക്കുന്നാണ്. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു മീറ്റിങ്ങിന് പങ്കെടുക്കാനുണ്ടായിരുന്നു ഇക്കയുടെ കമ്പനിയിൽ നിന്ന്. അങ്ങനെ മീറ്റിങ്ങിന് പങ്കെടുത്ത് ഉച്ചയ്ക്ക് കുറച്ചൊരു റിലാക്സ് ടൈമിന് വേണ്ടിയിട്ട് ഞങ്ങൾ കോട്ടക്കുന്ന് വന്നായിരുന്നു. അവിടെ കുറച്ചേരം ഇരുന്നിട്ട് തിരിച്ച് വീണ്ടും മീറ്റിങ്ങിൽ കയറാനായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കടയിൽ പോയി. എനിക്ക് പിന്നെ എവിടെ പോയാലും തീറ്റ എന്നുള്ളൊരു ബോധം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ എൻ്റെ ഫേവറേറ്റായ ഉപ്പിലിട്ടതും മക്കൾക്ക് ഐസ്ക്രീമും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ചു. കോട്ടക്കുന്ന് ഇത് എന്ന് വന്നതെന്നറിയില്ല. ഞാൻ എന്തായാലും ഇപ്പോൾ കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട്. ഇപ്പോൾ ഇവിടെ ഒരുപാട് വർക്കൗട്ട് മെഷീൻസ് പെർമനൻ്റ് ആയിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആ തലക്കിൽ വരെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോസിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ആ പച്ച കാണുന്ന അതൊക്കെ എന്താ പറയുക വർക്കൗട്ട് മെഷീൻസാണ് കേട്ടോ. പലതരം വർക്കൗട്ട് മെഷീൻസാണ്. ഒരേ മെഷീൻസ് തന്നെ 2, 3 ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരേ സമയം കുറേ പേർക്ക് പല എക്സസൈസുകളും ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ കോട്ടക്കുന്ന് അടുത്തുള്ളവർക്കൊക്കെ ഡെയിലി വർക്കൗട്ടിനായിട്ട് ഇങ്ങോട്ട് വന്ന് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോലെ കുറേ ദൂരെ നിന്ന് വരുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല വെയിലാണ്. അതായത് ഒരു ഉച്ച സമയം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അന്നേരമാണ് നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ തിരിച്ച് മീറ്റിങ്ങിന് ഇവിടുന്ന് തിരിച്ചു പോയപ്പോൾ മക്കൾക്കൊരു റിലാക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കോട്ടക്കുന്നിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കതൊരു അമളിയായിട്ടുണ്ടായിരുന്നു. അവർക്ക് അത് ഹാപ്പി ആയെങ്കിലും നമ്മൾ തിരിച്ച് മീറ്റിങ്ങിന് ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ അതിൻ്റെ നേരെ മുന്നിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉച്ചയായതുകൊണ്ട് തന്നെ അവിടുത്തെ മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം 4 മണിക്കായിരുന്നു ഓപ്പൺ. ഈ ഒരു ആക്ടിവിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മക്കൾക്ക് അതൊന്നും ആ ഒരു റൈഡ് അവർക്ക് ചെയ്യാനായിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ പിന്നെ കോട്ടക്കുന്ന് അധികം നേരമൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഒരാൾ കാറിലും ഒരാൾ കാറോ ജീപ്പോ എന്താണെന്നറിയില്ല, എന്തായാലും 2 പേരും 2 എണ്ണമൊക്കെ എടുത്ത് ഓടിച്ചുകൊണ്ട് നടക്കാൻ കേട്ടോ. അത്യാവശ്യം റൗണ്ട് ചെയ്യാനുള്ള സ്പേസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും കുറച്ച് സമയം അവിടെ റിലാക്സായി സംസാരിച്ചൊക്കെ ഇരുന്നു. കോട്ടക്കുന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ലാസ്റ്റായിട്ട് അവരൊരു 3D ഷോ കാണാൻ കയറിയിട്ടുണ്ടായിരുന്നു. 3D ഷോയിലെ വീഡിയോസ് നമുക്ക് അവിടെ നിന്ന് അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തില്ല കേട്ടോ. അങ്ങനെ കോട്ടക്കുന്നിൽ നിന്ന് നമ്മൾ എന്താക്കി, നമ്മൾ വീണ്ടും തിരിച്ച് മീറ്റിങ്ങിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി. ഈ 3D ഷോയും കണ്ട് നമ്മൾ മീറ്റിങ്ങിലോട്ട് പോകാൻ റെഡി ആയിട്ടോ. ഒക്കെ ടിക്കറ്റ് എടുക്കാൻ വെയിറ്റ് ചെയ്യുന്ന വീഡിയോസാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മീറ്റിങ്ങിനുള്ള ഏരിയയിലെത്തിയിട്ടുണ്ട്. നമ്മൾ മീറ്റിങ്ങിൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ വന്നപ്പോൾ ഞാൻ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വീഡിയോസ് ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വിചാരിച്ചു നല്ലൊരു വ്യൂ ഒക്കെ ആയിട്ടുള്ള ഇത്രയും ഒരു കോൺവെക്കേഷൻ സെൻറ്റർ ആണ്, ഇൻ്റർനാഷണൽ കോൺവെക്കേഷൻ സെൻറ്റർ എന്ന് തന്നെ പറയാം കേട്ടോ. നല്ലൊരു വ്യൂവിൽ അത്ര നല്ല ആംബിയൻസിലാണ് ഇവരിത് പണിതെടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഒരു നല്ല എന്താ പറയുക പോസിറ്റീവ് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങളങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് പുറത്തുനിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ടാണ് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. രാവിലെ വീഡിയോ ഷൂട്ട് ചെയ്യാത്തതിൻ്റെ ഒരു സങ്കടം വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം വന്ന് തീർത്തു. ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു വലിയ മീറ്റിങ്ങൊക്കെ അല്ലേ, അപ്പോൾ ഞാനൊന്ന് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ ഒരു എന്താ പറയുക കോൺവെക്കേഷൻ സെൻറ്ററിൻ്റെ ആംബിയൻസ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് എവിടെ ഇരുന്നാലും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. നിങ്ങൾക്ക് വീഡിയോസിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഏത് സൈറ്റിൽ പോയിരുന്നാലും നല്ല വ്യൂസ്, പുറത്തിറങ്ങിയാൽ നല്ല കാറ്റ്. അങ്ങനെ ഒരു മല മുകളിലാണ് കേട്ടോ ഇതുള്ളത്. ഒരു ഹില്ലിലാണ് ഈ ഒരു എന്താ പറയുക മൗണ്ടെയിൻ റിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. മൗണ്ടെയിൻ റിഡ്ജ് ഇൻ്റർനാഷണൽ കേട്ടോ. മീറ്റിങ്ങിനായിട്ട് വന്നിരുന്നപ്പോൾ കുറേ പേര് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സീറ്റൊക്കെ ഒഴിവായിരുന്നു. ഇംബെക്സിൻ്റെ കമ്പനി മീറ്റിംഗ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. മക്കളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ തൊട്ടും തലോടിയും ഇത് നമുക്ക് വാങ്ങിക്കുക, അത് അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പം ഇംബെക്സിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് എന്താ പറയുക
കമ്പനി ഓരോ ഷോപ്പിലേക്ക് അവരുടെ റേറ്റിൽ ഇറക്കുന്ന സാധനങ്ങളായിരുന്നു. ആ പ്രൈസൊക്കെ അവരുടെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് പുറത്ത് വിടാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോസ് അവിടെ വൈൻഡപ്പ് ചെയ്യാനാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്കത് കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ ഷൂട്ട് ചെയ്തിട്ട് ഇടാൻ പറ്റില്ല കേട്ടോ. ഇത് ഇലക്ട്രിക്കൽ എന്താ പറയുക നൂൽപുട്ടിൻ്റെ അച്ചാട്ടോ ആ കണ്ടിട്ടുണ്ടായിരുന്നത്. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഇംബെക്സിൽ ഇറക്കുന്ന എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഇലക്ട്രിക്കലായിട്ടും കിച്ചൺ വേസ്ഡായിട്ടും അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ നിരത്തി വെച്ച് വെക്കുമായിരുന്നു കേട്ടോ. ഇലക്ട്രിക്കൽ ഷോപ്പായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സൈഡിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങനെയും അവിടെ നിന്നൊക്കെ ഷൂട്ട് ചെയ്തു. നമ്മൾ ഇതൊക്കെ നടന്ന് രാവിലെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇതിലേ നടന്നതാണെന്നുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ചെന്നപ്പോൾ രാവിലത്തെ ഫുഡും 10 മണിയത്തെ ഫുഡും ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായിരുന്നു. ഉച്ചക്കത്തെ ഫുഡ് നമുക്ക് ആ കോട്ടക്കുന്ന് പോയത് നമ്മളെ നന്നായിട്ടൊന്ന് പാളിച്ചു കേട്ടോ. എന്തായാലും ചെന്ന ഉടനെ നമ്മൾ സൂപ്പ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബിരിയാണി മാത്രമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ പറ്റിയൊരു അമ്മളിയാണ്. ഐസ്ക്രീമിൻ്റെ വീഡിയോ ആണ് പിന്നെ ഞാനതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ബൊഫേ സ്റ്റൈൽ ഒരുപാട് ഐറ്റംസൊക്കെ ഉള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷേ നമ്മൾ ലേറ്റ് ആയത് കാരണം നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത് വെച്ചാൽ ബിരിയാണി മാത്രമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബിരിയാണിയും സലാഡും ഒക്കെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയില്ല കേട്ടോ. എന്തായാലും നമ്മൾ കിട്ടിയത് വെച്ച് തൃപ്തിപ്പെട്ട് നമ്മൾ ബിരിയാണി നമ്മൾ ആദ്യമേ കഴിച്ചുകൊണ്ട് നമുക്ക് ഓവർ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ആ ബിരിയാണിയൊക്കെ കഴിച്ചു. നമ്മൾ വയറങ്ങോട്ട് ദമ്മാക്കി കേട്ടോ. എൻ്റെ മക്കൾക്ക് പിന്നെ 2 പേർക്കും ബിരിയാണി റൈസോ മന്തി റൈസോ ഒക്കെ ആണെങ്കിൽ, ചെറുതിന് മന്തിയൊന്നും ഇഷ്ടമല്ല, ബിരിയാണി ആണെങ്കിൽ അവന് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം അവർ അതിൽ ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ വീണ്ടും ഇവിടുത്തെ ആംബിയൻസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടമായി. അപ്പം ഞാൻ പിന്നെ ഇവിടെ നടന്നൊക്കെ കണ്ടു. പിന്നെ ഞാൻ നിസ്കരിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നിസ്കാരങ്ങളൊക്കെ കണ്ടാലുണ്ടല്ലോ നമ്മളവിടെ കിടന്നുറങ്ങും കേട്ടോ. ഇത് മഞ്ചേരിയാണ് കേട്ടോ ഈ ഒരു മൗണ്ടൻ റിഡ്ജ് ഇൻ്റർനാഷണൽ വരുന്നത്. അപ്പോൾ കല്യാണങ്ങൾക്കായാലും എന്ത് പരിപാടികൾക്കായാലും ഇവിടെ വരാം കേട്ടോ. അത്യാവശ്യം ചാർജൊക്കെ ഉണ്ടാവും, കാരണം അത്ര ആംബിയൻസും അത്രയും സെറ്റപ്പുമാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ മക്കളൊക്കെ ഉണ്ട് പുറത്ത്. ആദ്യം വന്നപ്പോൾ അവിടെ വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു. ഇപ്പോൾ അവിടെ ചായ പരിപാടി തുടങ്ങിയിട്ടുണ്ടോന്നുണ്ട്. അപ്പോൾ മക്കളൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോയേക്കാണ് കേട്ടോ. ചായയൊക്കെ വാങ്ങിക്കാൻ പോയേക്കാണ്. മോൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവന് ചായ കുടിക്കാൻ വേണ്ടി പോയേക്കാണ്. പിന്നെ ഉണ്ട് 2 പേരും അവിടെ കാണാൻ. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. ചായയും കട്ട്ലറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചായ വേണ്ടവർക്ക് ചായ, കോഫി വേണ്ടവർക്ക് കോഫി, കട്ടൻ ചായ വേണ്ടവർക്ക് കട്ടൻ ചായ, അങ്ങനെ എന്തായാലും ഒരു അടിപൊളി മീറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തു, ചായയൊക്കെ കുടിച്ചു. ചായയും കൂടെ കുടിച്ചാൽ പിന്നെ നമുക്ക് മീറ്റിങ്ങിൽ നിന്നൊരു ഗിഫ്റ്റ് ഉണ്ടാവും. ആ ഗിഫ്റ്റുമായിട്ട് നമുക്ക് പോരാ കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചായയും കട്ട്ലേറ്റൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കൂടുതൽ സമയം അവിടെ നിന്നിട്ടൊന്നുമില്ല. പിന്നെ മോനെ ഒന്ന് നമുക്ക് കണ്ണ് ഡോക്ടറെ കാണിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു അടിപൊളി റിസോർട്ടും അടിപൊളി വൈബും അടിപൊളി മീറ്റിങ്ങൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.